ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു ഹിഡൻ സ്പോട്ട്, നമ്മുടെ കാക്കനാട് ആ ഏരിയയിൽ നിന്നൊക്കെ ഉള്ളവർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സമാധാനമുള്ളൊരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ലൊക്കേഷൻ വരുന്നത് കങ്ങരപ്പടിയിലാണ്, മണ്ണൂപ്പാടം വാക്വേ. അപ്പോൾ നമ്മുടെ മെയിൻ റോഡിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. നമ്മളിപ്പം ബൈക്കിലാണ് വന്നത്. തൃക്കാക്കര നഗരസഭയുടെ കീഴിലാണ് ഈ മണ്ണൂപ്പാടം പാർക്ക് വരുന്നത്. മണ്ണൂപ്പാടം വാക്വേ ആണ് കേട്ടോ. ആക്ച്വലി ഇതിന്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 5 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് പാർക്ക് ഓപ്പൺ ആയിരിക്കുക. അപ്പൊ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നമുക്ക് ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ പറ്റിയൊരു സ്ഥലവുമാണ്. പിന്നെ കുറേ നേരം അവിടെ വന്ന് ഇരിക്കാനായിട്ട് അവർ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കണമെന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വന്നിരിക്കാം. കുറച്ച് ഉള്ളിലേക്ക്, ഇത് ആരും പറഞ്ഞു കേട്ട് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി. നമ്മൾ ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ ആ വഴി പോയപ്പോൾ അങ്ങനെ കണ്ടറിഞ്ഞതാണ് ഈ സ്ഥലം, മണ്ണുപ്പാടം പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ വേറെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ. അപ്പം നമ്മുടെ വലിയ തിരക്കിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഉള്ളിലേക്ക് മാറി ഇങ്ങനൊരു നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതിന്റെ 2 സൈഡിൽ, വാക്വേയുടെ 2 സൈഡിലായിട്ട്, ഒരു സൈഡിൽ തോടും മറ്റേ സൈഡിൽ പാടവും ഒക്കെ ആയിട്ട് കണ്ടിരിക്കാനും വൈകുന്നേരം സൺസെറ്റൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ 2 സൈഡിലായിട്ട് കുറേ പൂക്കളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, തുമ്പപ്പൂ. ഓണത്തിന്റെ സമയമായിരുന്നു. തുമ്പച്ചെടി കാണാൻ പറ്റി. നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴേ തുമ്പപ്പൂവും ഒക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് ഒത്തിരി കാണും ഈ ഓണസമയമൊക്കെ ആകുമ്പോൾ. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ വാക്വേ വന്നപ്പോഴാണ് തുമ്പപ്പൂ കാണാൻ പറ്റിയത്. പിന്നെ വാക്വേ നല്ലോണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല പൂക്കളും ഇലച്ചെടികളൊക്കെ ആയിട്ട് 2 സൈഡിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു വൈകുന്നേരം 5 മണിക്ക് വന്നിട്ട് രാത്രി ഒരു 7 മണി വരെ അവിടെ ഇരുന്ന് കേട്ടോ. സമാധാനത്തോടെ ഒക്കെ ഇരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ വന്ന് കുറേ നേരം ഇരിക്കാൻ പറ്റും. വലിയ തിരക്കും ബഹളങ്ങളൊന്നുമില്ല. പിന്നെ വാക്വേ കൂടെ വണ്ടികളൊന്നും ഓടരുതെന്ന് അവർ ബോർഡിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്കോ 1-2 ബൈക്കോ കാറോ അങ്ങനെ പോകുന്നെങ്കിലേ ഉള്ളൂ. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ വൈകുന്നേരങ്ങളിൽ നടക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, ജോഗിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്, പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ വരുന്ന ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സിറ്റിയിലെ ആ ബിസി ലൈഫിൽ നിന്നൊക്കെ മാറി കാമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മളൊരു 7 മണി കഴിഞ്ഞപ്പോഴും കണ്ടോ വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് അവിടെ ഇവിടെ 1-2 പേരെ കാണുന്നെങ്കിലേ ഉള്ളൂ. ഞാനാണെങ്കിൽ പൊതുവെ കുറേ നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് സമാധാനത്തോടെ ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കുറേ നേരം ഇങ്ങനെ കാമായിട്ടിരിക്കുമ്പോഴത്തേക്കും മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയിട്ട് വേറൊരു ഫീൽ കിട്ടും കേട്ടോ. നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതിനെനിക്ക് പറ്റിയൊരു സ്പോട്ടായിട്ടാണ് ഇത് എനിക്ക് തോന്നിയത് കേട്ടോ. വേറെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മളും അവിടെ ഇവിടെ കുറച്ച് പേരും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സ്പോട്ടുകളൊക്കെ നമ്മുടെ എറണാകുളം സിറ്റിയുടെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ നമ്മൾ അറിഞ്ഞ് കേട്ടൊക്കെ വരിക. ഇതിന് പിന്നെ 1-2 വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെ പറ്റി അധികം ആർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കൂടി ഈ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടെന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ എറണാകുളം ഏരിയ ആ ഭാഗത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വൈകുന്നേരം സമാധാനത്തോടെ കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മണ്ണൂർപ്പാടം പാർക്ക് അല്ലെങ്കിൽ മണ്ണൂർപ്പാടം വാക്വേ വരിക, കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുക, പോവുക.
കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.